കൊടികെട്ടിയ താരങ്ങളും വമ്പൻ ആരാധകക്കൂട്ടവും കൊണ്ട് മാത്രം കളി ജയിക്കാൻ കഴിയില്ല എന്ന് മലപ്പുറം FC കേരള സൂപ്പർ ലീഗിൽ അവരുടെ നനഞ്ഞ പടക്കം പോലെയുള്ള പ്രകടനം കൊണ്ട് വീണ്ടും വീണ്ടും തെളിയിച്ചിരിക്കുകയാണ്. കഴിഞ്ഞ സീസണിലും അവർക്ക് മികച്ച ടീമുണ്ടായിരുന്നു, പക്ഷേ ഒന്നും നേടാൻ കഴിഞ്ഞില്ല. ഈ സീസണിലേക്ക് വരികയാണെങ്കിൽ ISL താരങ്ങൾ ഉൾപ്പെടെയുള്ള താരസമ്പന്നമായിട്ടുള്ള ഒരു സ്ക്വാഡും കൊണ്ടുവന്നു. സ്പാനിഷ് പരിശീലകനായിട്ടുള്ള മിഖേൽ കൊറൽ ടെറൈറ എന്ന് പറയുന്ന ഒരു പരിശീലകനെ കൊണ്ടുവച്ചു. പക്ഷേ ഈ കൊറൽ ടെറൈറയ്ക്ക് മലപ്പുറത്തിന്റെ മണ്ണിൽ കാര്യമായിട്ടൊന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. മലപ്പുറത്തിന് വളരെ താരസമ്പന്നമായിട്ടുള്ള ഒരു സ്ക്വാഡ് ഉണ്ടായിരുന്നിട്ട് പോലും ആ ഒരു ടീമിനെ കൊണ്ട് ഒന്നും ചെയ്യാൻ അവർക്ക് കഴിഞ്ഞില്ല. അതുകൊണ്ട് തന്നെ സീസണിന്റെ പകുതിയിൽ വെച്ചിട്ടും ഈ ഒരു സ്പാനിഷ് പരിശീലകനെ പുറത്താക്കാനുള്ള തീരുമാനത്തിലേക്ക് മലപ്പുറം FC അധികൃതർ എത്തിയിട്ടുണ്ട്. പക്ഷേ അവർ ഇനി മലപ്പുറത്തിനെ കളി പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് ഒരു മലയാളി പരിശീലകനെയാണ് നിയമിച്ചിരിക്കുന്നത്. മലയാളി പരിശീലകനെയാണ് ഇനി മലപ്പുറം FC തങ്ങളുടെ തന്ത്രങ്ങൾക്ക് ചുക്കാൻ പിടിക്കാൻ ഏൽപ്പിച്ചിരിക്കുന്നത്. കഴിഞ്ഞ സീസണിലും ഈ സീസണിലും അവരുടെ സഹപരിശീലകനായിരുന്ന തിരുവനന്തപുരം സ്വദേശിയായിട്ടുള്ള ക്ലിയോഫസ് അലക്സിനെയാണ് അവർ ഈ ഒരു ചുമതല ഏൽപ്പിച്ചിരിക്കുന്നത്. ക്ലിയോഫസ് അലക്സിനെ കുറിച്ച് പറയാനാണെങ്കിൽ ആൾ കഴിഞ്ഞ സീസണിലും മലപ്പുറം FCയുടെ കോച്ചിങ് സ്റ്റാഫിൽ ഉണ്ടായിരുന്നത് കൊണ്ട് തന്നെ ടീമിന്റെ ഘടനയെക്കുറിച്ചും മലയാളി താരങ്ങൾ ഉൾപ്പെടെയുള്ള ആളുകളുടെ കേളി ശൈലിയെക്കുറിച്ചും അടിസ്ഥാന പ്രശ്നങ്ങളെക്കുറിച്ചും ഒക്കെ ക്ലിയോഫസ് അലക്സ് എന്ന തിരുവനന്തപുരം സ്വദേശി നന്നായിട്ട് അറിയുന്നത് കൊണ്ട് തന്നെ ഇന്ത്യൻ കണ്ടീഷൻസിൽ മലപ്പുറത്തിന്റെ മണ്ണിൽ ഈ മണ്ണിന്റെ ചൂടും അറിഞ്ഞിട്ടുള്ള ഒരാൾ തന്നെ ടീമിനെ കൺട്രോൾ ചെയ്യുന്നത് അനുകൂല ഘടകമായി പ്രവർത്തിക്കും എന്നാണ് അധികൃതർ വിശ്വസിക്കുന്നത്. ഏതായാലും ISL ക്ലബ്ബായിട്ടുള്ള ചെന്നൈയിൻ FCയുടെ ടെക്നിക്കൽ ടീമിൽ അംഗവും ടെക്നിക്കൽ ഡയറക്ടറായിരുന്നു. അതുകൂടാതെ അവരുടെ റിസർവ് ടീമിന്റെ പരിശീലനം ഒക്കെ ആയിട്ടിരുന്ന ചരിത്രം നമ്മുടെ ക്ലിയോഫസ് അലക്സ് എന്ന മലയാളി പരിശീലകനുണ്ട്. തിരുവനന്തപുരം സ്വദേശിയായിട്ടുള്ള ക്ലിയോഫസ് അലക്സ് ഇനി മലപ്പുറം FCയുടെ മുഖ്യ പരിശീലകനായിരിക്കും. അപ്പം സ്റ്റേ ട്യൂൺ ഫോർ മോർ അപ്ഡേറ്റ്സ്.